നിങ്ങൾക്കൊരു ഫുട്ബോൾ കോച്ച് ആകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ത്യയിൽ ആദ്യം വേണ്ടത് നിങ്ങൾക്ക് ഡി ലൈസൻസ് ആണ്. അപ്പോൾ കേരളത്തിൽ പലയിടത്തും ഇന്ത്യയിലും പലയിടത്തും ഡി ലൈസൻസ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടൊരു ഡി ലൈസൻസ് കോഴ്സ് എടുക്കാൻ വേണ്ടി വന്ന എൻ്റെ ഇവിടുത്തെ അനുഭവവും എൻ്റെ ഇവിടുത്തെ കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ളവർ വീഡിയോ മൊത്തത്തിൽ കാണുക. തലേദിവസം തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ തലേന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ സെക്ഷൻ ഉണ്ടായിരുന്നു. 2 മണിക്കൂർ സെക്ഷനാണ്. ഓരോ ആൾക്കാരെ ഞങ്ങൾ പരിചയപ്പെട്ടു, എക്യുപ്മെൻറ്റ്സ് ഒക്കെ എടുത്തു, ഞങ്ങളുടെ കിറ്റ് റെഡിയാക്കി വെച്ചു. കൃത്യം 2 മണിക്കൂറാണ്. ഈ സമയത്ത് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് റൂമിൽ പോയി ഫ്രഷൊക്കെ ആയി ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ തിയറി സെക്ഷനിലേക്ക് നടന്നു പോകുമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ സ്കൂൾ കൃത്യമായി എന്താണെന്ന് മനസ്സിലാക്കിയത്. TSS എന്നാണ് ഈ സ്കൂളിൻ്റെ പേര്. ദ സ്പോർട്സ് സ്കൂൾ. ബാംഗ്ലൂരിലെ ഏറ്റവും അതിമനോഹരമായ ഒരു സ്പോർട്സ് സ്കൂളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് സ്പോർട്സ് സ്കൂളിലാണ് ഞങ്ങൾക്ക് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്തേക്കുന്നത്. ഞങ്ങൾ നടന്ന് അകത്തോട്ടൊക്കെ പോയി. നല്ല രസമാണ്. എല്ലായിടത്തും സ്പോർട്സിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമാണ് ഇതിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക്. ഇവിടെ ഒരു വാളുണ്ട്. അവിടെ വാളിൽ സുനിൽ ഛേത്രിയുടെ പടമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൃത്യം സമയത്ത് തന്നെ ഞങ്ങൾ ക്ലാസ്സിനകത്ത് ഞങ്ങൾക്ക് കയറണം. ഇല്ലെങ്കിൽ 500 രൂപ, 1 മിനിറ്റിന് 500 രൂപ ഫൈനൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അത് നിർബന്ധമാണ്. എല്ലാവരും നിർബന്ധമായിട്ട് കൃത്യസമയത്ത് തന്നെ ക്ലാസ്സിൽ കയറണം. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു. നമ്മളവിടെ ഇരിക്കുന്നിടത്ത് നമ്മുടെ പേരും നമുക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് ബുക്ക് കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻസ്ട്രക്ടർ അവിടെ ഉണ്ട്. അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. നല്ല ലഞ്ചായിരുന്നു ഞങ്ങൾക്ക് അവിടെ അവർ പ്രൊവൈഡ് ചെയ്തത്. എല്ലാം നല്ല ഫുഡ് തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു. എല്ലാ ഫുഡും വളരെ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് കഴിക്കാനും ഒരു ബാഡ് എക്സ്പീരിയൻസും ഫുഡിൻ്റെ ഭാഗത്തുനിന്നൊന്നും അവിടെ നിന്നില്ലായിരുന്നു. വയറ് നിറച്ച് നമുക്ക് ഫുഡ് കഴിക്കാം. ഉച്ചയ്ക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും എടുക്കുന്നതുകൊണ്ട് ഞാനും അങ്ങ് എടുത്തു. പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു. എല്ലാത്തിനും നല്ല ടേസ്റ്റായിരുന്നു. അവർ നല്ല പോലെയാണ് നമുക്ക് ഫുഡ് എല്ലാം പ്രൊവൈഡ് ചെയ്തത്. കൊടുത്ത പൈസയ്ക്ക് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ അവർ നമ്മളെ ഫുഡിൻ്റെ കാര്യത്തിലെല്ലാം നമ്മളെ നല്ലപോലെ അവർ നോക്കി. ഇതുകൊണ്ടോ ഡെസേർട്ട്, അതിൻ്റെ കൂടെ ഐസ്ക്രീം എല്ലാം നല്ല രസമായിരുന്നു. നല്ല അനുഭവമായിരുന്നു. ബിച്ചു സാറ്, സതീഷ്, ഞങ്ങൾ 3 മലയാളീസായിരുന്നു കേരളത്തിൽ നിന്ന്. ഇത് ബാംഗ്ലൂർ വെച്ചായിരുന്നു നടന്നത് കേട്ടല്ലോ. അതിനുശേഷം ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾക്ക് തിയറി ഉണ്ടായിരുന്നു. തിയറിയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആൾക്കാർ നമ്മുടെ ഈ ഒരു ക്യാമ്പിനുണ്ടായിരുന്നു. അതിനുശേഷം തിയറിക്ക് ഇടയ്ക്ക് വെച്ച് നമുക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിയറി കഴിഞ്ഞു. പിന്നെ വീണ്ടും ഞങ്ങൾ നേരെ ഹോസ്റ്റലിലേക്ക് വന്നു. അടുത്ത ഞങ്ങളുടെ ഗ്രൗണ്ടിലെ പ്രാക്ടീസ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ഈ സ്കൂളിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ല അടിപൊളി ബാഡ്മിൻ്റൺ കോർട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ. വേറൊരു കാര്യം, ഈ സ്കൂള് AFFൻ്റെ 2 സ്റ്റാർ റേറ്റിങ്ങിൽ പെട്ടതാണ്. അവരുടെ ഗ്രൗണ്ടൊക്കെ അടിപൊളിയാണ്. ടർഫാണ്, പക്ഷേ നല്ല രസമാണ് കാണാനൊക്കെ. കണ്ട് നിന്ന് പോവും. ഇതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ നടന്ന് എല്ലാം അത്യാവശ്യം സ്കൂൾ ഫുള്ള് ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്കിനി ഉച്ചയ്ക്ക് ശേഷമാണ്, ഉച്ച കഴിഞ്ഞതിന്, അതായത് തിയറി കഴിഞ്ഞു, ഉച്ചക്കത്തെ തിയറി കഴിഞ്ഞു. അതിന് ശേഷം ഈവനിങ് സെക്ഷൻ 4 മണിക്കാണ്. അപ്പോൾ 4 മണിക്ക് ഞങ്ങൾ കൃത്യം 4 മണിക്ക് ഞങ്ങൾ ഗ്രൗണ്ടിൽ വന്നു. 4:30 സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. 6:30 വരെയാണ്. വന്നു പയ്യെ എല്ലാവരും വാമപ്പ് കാര്യങ്ങൾ. ഞാൻ വരുന്നതിന് മുന്നേ 2 പേര് ഇവിടെ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. അവർ വന്ന് വാമപ്പും കാര്യങ്ങളൊക്കെ പയ്യെ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. സ്ട്രെച്ചിങ്സ് ഉണ്ടായിരുന്നു, വാമപ്പ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. ഞാനും പയ്യെ ബൂട്ടൊക്കെ ഇട്ട് റെഡിയായി ഞാനും ഇറങ്ങുമായിരുന്നു. വളരെ നല്ലൊരു അനുഭവമാണ്. ഒരു ഡി ലൈസൻസ് ചെയ്യാൻ വന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഒരു പ്രൊഫഷണലിസം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ ഈ ഡി ലൈസൻസ് ചെയ്യുന്നത് ബാംഗ്ലൂർ വെച്ചാണ്. ഇനിയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബാംഗ്ലൂരിൽ TSSC വെച്ച് പരിപാടി നടക്കുമ്പോൾ ധൈര്യമായിട്ട് വരാം. അങ്ങനെ സെക്ഷൻസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഒരു 6 മണി സമയത്ത് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.